എല്ലാവരും ഒരുമിച്ച് 4 4 സെറ്റ്. നോക്കണോടാ എടുക്കോ സെറ്റ്. നമ്മൾ പവർ പിന്നേഴ്സിൽ ഇതാ ഒരു വുമൻ ആം റെസ്ലർ എത്തിയിട്ടുണ്ട്. എടി തിരിഞ്ഞാണ്ടി എടി തിരി. ഇതിന്റെ പ്രൊണേഷൻ ഇവിടെ എൽബോ വെച്ചിട്ട് ജസ്റ്റ് റെഡിഗോ പറഞ്ഞു പറഞ്ഞാൽ ഇങ്ങനെ മാത്രമേ ആക്കുന്നുള്ളൂ. ഇതിന്റെ റിസ്റ്റ് മാത്രമേ മൂവ് ആവുന്നുള്ളൂ. ഹേയ് ഗായ്സ്, ഞാൻ റിമാൻഷുറോ, ഇത് ആസിഫ്, ഇത് ഹബീബ്. അപ്പോൾ ഇന്ന് നമുക്കൊരു പ്രാക്ടീസ് വ്ലോഗാണ് നമ്മളെ പവർ പിന്നേഴ്സിൽ. അത് മാത്രമല്ല ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ കഴിഞ്ഞല്ലോ. അപ്പോൾ ഡിസ്ട്രിക്ട് കോമ്പറ്റീഷനിൽ മെഡൽ അടിച്ച പയ്യന്മാരെയും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് വ്ലോഗിലോട്ട് പോകാം. ഇപ്പോൾ ടേബിൾ എടുത്താലോ ഗൈസ്? അപ്പം ടേബിൾ എടുത്തുകൊണ്ട് വരാൻ പോവാണ്. പയ്യന്മാരൊക്കെ ഇനി വരും. ആസിഫ് ഹബീബ് മാത്രമേ എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഒരെണ്ണം എത്തും. അവനായിരുന്നു കേട്ടോ. കഷ്ടപ്പാടുകളുണ്ടോ ഗൈസ്? ടേബിൾ എടുത്ത് കറക്കി ബാഗിൽ കൂടെ കൊണ്ടുപോയി കാട് വഴി എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയാണ്. വണ്ടിയൊക്കെ മാറ്റി വല്ല പണി ഒരു പണി അഹങ്കാരങ്ങള് ആശയൊക്കെ പോയിട്ട് ചുമ്മാടന്ന് കിട്ടാനാണ്. വണ്ടിക്ക് വഴി എടുക്കണം. അവന്റെ കാലടിച്ച് മുറിഞ്ഞടാ. ചോര കാണിച്ചോട്. കഷ്ടപ്പാടുകൾ എന്തെല്ലാം സൈക്കേടി ഇരിക്കുന്നു. അതെ, അതിനാണ് എത്ര ഇത് കിട്ടാ നമ്മളൊക്കെ ആയിരിക്കും. അല്ല അവിടെ വെച്ചെടുത്തി ലക്ഷ്യസ്ഥാനത്തോട്ട് എത്തിയിരിക്കുന്നു. പൊസിഷനിലെത്തി. കിട്ടി തുടങ്ങിയേട്ടാ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കൈ ഒന്ന് വാമപ്പ് ചെയ്യാന്ന് വിചാരിച്ച്. എനിക്ക് 2 മാസം മുന്നേ ഒരു ഇഞ്ചുറി വന്ന കേസ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു വർക്കൗട്ട് ചെയ്തപ്പോൾ ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. ആ ഇഞ്ചുറിയും വെച്ച് കോമ്പറ്റീഷൻ ഇറങ്ങി ഇഞ്ചുറി കൂടി. അപ്പോൾ 2 മാസത്തെ റെസ്റ്റാണ് എനിക്ക് പറഞ്ഞ. 2 മാസം ആവാറായി, ഒരു 2 ആഴ്ച കൂടെ ഉള്ളൂ. പക്ഷേ വ്യത്യാസമുണ്ട് പെയിനിൽ. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് 2 മാസത്തിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഒന്ന് ആരെങ്കിലും കൂടെ കൈ കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് വാം ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഇന്ന് പുള്ളിയൊന്നുമില്ല. കൈയുടെ ആ ഒരു പെയിൻ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുള്ളി. ഗായ്സ്, അങ്ങനെ സുഹൈലും ഗോകുലും എത്തിയിട്ടുണ്ട്. ശബരിമലയ്ക്ക് പോയ മാല ഇട്ടുകൊണ്ട് ഗോകുൽ, അയ്യപ്പൻ ഗോകുൽ സ്ട്രാപ്പ് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഉണങ്ങും. അതെ, മെഡൽ എടുത്താടാ. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവരാനായിട്ട്. ആസിഫ് എടുത്ത്, ഹബീബ് എടുത്ത്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് സുഹൈലും ഗോകുലായിട്ടുള്ള ലെഫ്റ്റ് സൂപ്പർ മാച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി ഗ്രൂപ്പിൽ കിടന്ന് മാറിയതായിരുന്നു. ഗ്രൂപ്പിലല്ല കിട, എന്താ ഇൻസ്റ്റയിൽ മറ്റേ നോട്ട് ഇട്ടിട്ട്, ആ നോട്ട് ഇട്ടിട്ടാണ് അവ അറിയിച്ചത് സൂപ്പർ മാച്ച്. നേരം വെളുത്തപ്പോഴാണ് നീ അറിഞ്ഞത്. ആരി അത് ശരി, അറിയാം. ഓ, വാമപ്പിലാണ്. സ്റ്റേറ്റ് പ്രിപ്പറേഷൻ ഇപ്പോഴേ വാമപ്പ് ചെയ്ത് വെച്ചേക്കണം. സ്റ്റേറ്റ് പിടിയാണ് ഇപ്പൊ നടക്കണമെന്ന് വിചാരിച്ചോടാ. അപ്പോൾ നമ്മളെ പവർ പിന്നേഴ്സിൽ അടുത്ത മാവേലി എത്തിയിട്ടുണ്ട്. ടെട്രാക്സ് കയ്യിൽ ടാറ്റു അടിച്ച ടെട്രാക്സ്. ടാറ്റു കാണിക്കടാ, നൂത്തോ എങ്കിലും അറിയത്തുള്ളൂ. ടാറ്റു പാമ്പ് കടിച്ച ചിഹ്നമാണ്. പാമ്പ് കടിച്ച ചിഹ്നമാണ്. ഇന്നലെ അയലം വഴി പോണുണ്ടല്ലോ നീയും വാപ്പായും ഉമ്മായും കൂടെ അയലം വഴി പോണുണ്ടല്ലോ. അടുത്ത പ്ലേയേഴ്സ് എത്തിയിട്ടുണ്ട്. അമ്പാടി കൂടെ ആറാ. ഇപ്പൊ ടോട്ടൽ എത്ര പേരായി? 8 പേര്. ലെഫ്റ്റിന് സൂപ്പർ മാച്ച് വെച്ചേക്കല്ലേ? അപ്പൊ നീ കൈ അമ്പാടിയുടെ സൂപ്പർ മാച്ച് അമ്പാടിയൊന്നും ഇല്ല, നീയും ഗോകുലും തന്നെ സൂപ്പർ മാച്ച്. ഗോകുലെ വാമപ്പ് എല്ലാരും വന്നു കഴിഞ്ഞാൽ സൂപ്പർ മാച്ച് ആണ്. ഓ അങ്ങനെ, നീ ഒരു സൂപ്പർ മാച്ച് ഒന്ന് ചെയ്താൽ മതി കേട്ടാ. എല്ലാം കൂടെ ആയിട്ട് ഹാൻഡ് ഇഞ്ചുറി ആക്കി വെച്ചാ. അമ്പാടി നിന്റെ ചേട്ടനാടാ, വരൂലേ മുണ്ടി? അപ്പൊ റെഡുഗോ മാച്ച് അല്ലേ? നീ ഹുക്കല്ലേ ചെയ്യണം? ഹുക്ക് പ്ലെയർ അല്ലേടാ ഹൈലെ? ഹുക്ക് കളിക്കാനല്ലേ നിൽക്കണം. നീ ടോപ്പ് റോളിനല്ലേ ട്രൈ ചെയ്യണം. റെഡിക്കോ. എടാ നീ ഡ്രാഗ് ചെയ്യാത്തതുകൊണ്ടാണ് നിനക്ക് പിൻ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നീ പിടിച്ച് ഒന്നുകൂടെ നോക്കണം. എന്റെ ഹാൻഡ് മൂവ്മെന്റ് നോക്കട്ടെ. റെഡിക്കോ. എടാ
നിനക്ക് അവനെ കിട്ടാത്ത കാര്യം എന്തെന്നറിയാമോ? എന്നറിയണം, ഇരിക്കുന്ന സമയത്ത് നീ നിന്റെ പ്രൊണേഷൻ ഇവിടെ എൽബോ വെച്ചിട്ട് ജസ്റ്റ് റെഡിഗോ പറഞ്ഞു പറഞ്ഞാൽ ഇങ്ങനെ മാത്രമേ നീ ആക്കുന്നുള്ളൂ. നിന്റെ റിസ്റ്റ് മാത്രമേ മൂവ് ആവുന്നുള്ളൂ. പകരം നീ അവന്റെ ഹാൻഡ് കൺട്രോൾ എടുക്കാൻ വേണ്ടിയിട്ട് റെഡിഗോ പറഞ്ഞു പറഞ്ഞാൽ പ്രൊണേഷൻ എൻഗേജ് ചെയ്യണതിന്റെ കൂട്ടത്തിൽ എൽബോ ബാക്കിലോട്ട് ഡ്രാഗ് ചെയ്യണം. പ്രൊണേഷൻ വിത്ത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് അവന്റെ ഹാൻഡ് കൺട്രോൾ ഇങ്ങനെ ഇരിക്കും. നിനക്ക് ഏതാണ്ട് ഈ ഒരു പൊസിഷനിൽ കിട്ടും. അപ്പം റെഡിഗോ പറഞ്ഞു പറഞ്ഞ് ബാക്ക് പ്രഷറും പ്രൊണേഷനും കൂടെ മിക്സ് ചെയ്തിട്ട് സൈഡിലോട്ട് അടിക്കണം. നീ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. എടുത്തോ, റിസ്റ്റേ റെഡിഗോ. എൽബോ വെളി പോണ്ട, എൽബോ വെളി പോണ്ട. എൽബോ അത്ര വെളി പോയി കഴിഞ്ഞാൽ ഫൗളാണ്. റെഡിഗോ. ആ അത് പിൻ ചെയ്യാൻ നോക്കും. അപ്പോൾ ഇതുകൂടെ ഓക്കെ അല്ലേ? അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യും, കുറച്ച് അത് പ്രാക്ടീസ് ചെയ്യും. റെഡിഗോ. ബാക്ക് പ്രഷർ എടുക്കുമ്പോൾ നിനക്ക് അവൻ്റെ ഹാൻഡ് കൺട്രോൾ കിട്ടുന്നില്ലേ? അപ്പോൾ അത് കണക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്യും. ബീബേ, ഇന്നത്തെ ലെഫ്റ്റ് സൂപ്പർ മാച്ചിൽ ഗോകുൽ ജയിക്കോ അതെ സുഹൈൽ ജയിക്കോ? ഗോകുൽ. അമ്പാടി രണ്ടുപേരും പറയാൻ പറ്റില്ല, ഒരാളെ പറയണം. സുഹൈൽ. പിന്നെ എന്നാലും ഒരാളെ പറ. നിനക്ക് ആരെ തോന്നുന്നു? സുഹൈൽ. അസുബേ സുഹൈൽ. സുഹൈലേക്കോ ഗോകുലേക്കോ? അത് കഴിച്ചാൽ അത് വിഷമം നോക്കല്ലേ, മാച്ച് പ്രഡിക്ഷൻ ആണ്. ഗോകുല്. നിന്റെ അടുത്ത് തന്നെ ചോദിക്കാം, ആര് ജയിക്കോടാ? നീ ജയിക്കോ ഗോകുലേക്കോ? ഞാൻ അപ്പൊ 2-2. അവന്റെ വോട്ട് അവന് ഞാൻ കൊടുത്തു. ഗോകുലേ ഞാൻ തന്നെ. ഓ കോൺഫിഡൻസ്. നീ സുഹൈല് നല്ല കോൺഫിഡന്റ് അല്ലേ സെറ്റ്. ഗോകുല് ജയിക്കും, പക്ഷെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് തോക്കോന്ന്. ഗോകുല് ജയിക്കും, പക്ഷെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് തോക്കും. ആര് ജയിക്കും ആർക്കാണെന്ന് അറിയാം. മാച്ച് കാണാം. അതെ, ആ ചെയ്യണ സമയത്ത് വെയിറ്റ് ഇത് നിന്ന് ചെയ്യണപ്പോ ഇതില്ലെന്നുണ്ടെങ്കിലേ, ബെൽറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യണ വല്ല തുണിയാ നടുവിൽ ടൈറ്റ് ആക്കിട്ട് തലയണി എടുക്കണം, നടുവിടെ ബാക്കിലോട്ട് വെക്കണം, ആരെയും കൊണ്ട് കെട്ടിപ്പിക്കണം, എന്നിട്ട് അങ്ങോട്ട് മാടങ്ങി അങ്ങോട്ടുള്ള വെയിറ്റ് എല്ലാം കൂടെ ലിഫ്റ്റ് ചെയ്തു നടു സപ്പോർട്ട് ചെയ്താൽ പോരെ നിനക്ക്. നീ ജിമ്മിൽ പോകണ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വല്ല തലയണയൊക്കെ എടുത്ത് വെച്ച് കെട്ടി വേടാ. അത് ആസിഫ് അത് റൈറ്റ് ഹാൻഡിലോട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. വന്ന് കേറും. അതെ ഗൈസ്, അതാ പ്രാക്ടീസിന് മമ്പും എത്തിയിട്ടുണ്ട്. അപ്പൊ നിലവിൽ നമ്മളിപ്പം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 പേര് സെറ്റ്. റോഹിത്തെ കൺഗ്രാചുലേഷൻസ്. ഇതിൽ കൂടെ തന്നെ അങ്ങ് പറഞ്ഞാളെ സ്റ്റേജിന് വേണ്ടി പ്രിപ്പയർ ആവല്ലോ നല്ല രീതിക്ക്. പിന്നല്ല മെഡൽ എടുത്തായിരുന്നാടാ നീ? ആ സെറ്റ്. ലാസ്റ്റ് എല്ലാവരും കൂടെ ചേർന്ന് മെഡലിൽ ഒരു അലറലും കൂടെ അലറാം. ഓരോരുത്തരെ പിന്നേറ്റി അഭിവിനെ പിന്നെ അപ്പൊ ഗോകുലും സുഹൈലായിട്ടുള്ള സൂപ്പർ മാച്ച് സോറി അറിയാതെ അടിച്ചു മോട്ടിവേഷൻ. പോണോ? ഗോകുലേ ആര് ജയിക്കും? ഗോകുലേ ജയിക്കുമല്ലോ. തമ്പ് ഓപ്പൺ ആക്കി, രണ്ടൊരു തമ്പ് ഓപ്പൺ ആക്കി. നോ മൂവ്മെന്റ് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്താൽ ഓപ്പൺ ആക്കും. ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കണം. ക്ലോസ് അപ്പോ ഡൗൺ അവിടെ ഓക്കെയാണ്. റിസ്റ്റ് ഓക്കെയാണോ? ഗോകുലിന്റെ റിസ്റ്റ് ഓക്കെ അല്ലേ? റോഹിത്ത് അവിടെ റിസ്റ്റ് ഓക്കെയാണ്. ഗോകുൽ അടി കൊണ്ട് അടിച്ചടാ. സെക്കൻഡ് റൗണ്ട്
ഗായ്സ് മിസ്റ്റർ കൊല്ലവും അടിച്ചുകൊണ്ട് അതാ നമ്മുടെ സഞ്ജുകുട്ടൻ എത്തിയിരിക്കുന്നു. മിസ്റ്റർ കൊല്ലം സിൽവർ മെഡലിസ്റ്റ്. എടാ ട്രോഫി കൂടെ എടുക്കായിരുന്നു. എന്താ ട്രോഫി എടുക്കായിരുന്നു? ഫ്ലെക്സി ഇടാ, ഫ്ലെക്സി ബ്ലോഗ്. മിസ്റ്റർ കൊല്ലം പിന്നല്ല യൂത്ത് കാറ്റഗറി. അങ്ങനെ സൂപ്പർ മാച്ചിൽ നമ്മളെ ഗോകുലത 3-0 വിൻ ചെയ്തിരിക്കുന്നു. ആറ്റിറ്റ്യൂഡ് ഇട്ട ആറ്റിറ്റ്യൂഡ്. ഗോകുല് സുഹേലിനെ പിൻ ചെയ്യണ കണ്ടുകൊണ്ട് അതാ ഇവിടത്തെ ജൂനിയർ ലെഫ്റ്റ് കിടിലെ മാസിഫ് ഇറങ്ങിയിരിക്കുന്നു വെല്ലുവിളിയായിട്ട്. പ്രൊണേഷൻ കിങ് ലെഫ്റ്റില. കൊല്ലം ജൂനിയർ 65 kg ഗോൾഡ് മെഡലിസ്റ്റ് ജൂനിയർ. ഗോകുലേ ആസിഫ് പോയിട്ട് നീ തിരിച്ചിനി എന്നൊരു സൂപ്പർ മാച്ച് സെറ്റ് ചെയ്യണം. എത്ര ടൈം വേണം നിനക്ക്? ഇപ്പതാ ഇതിൽ കൂടെ പറ. 2 മാസം വേണോ? ഓക്കെ, ഒരു ഡേറ്റ് പറ. 2 മാസം കഴിഞ്ഞിട്ട് ഇതേ ഡേറ്റ്. ഇന്ന് എത്ര തീയതി? 14-15. ഓക്കെ, 15/2/2025 ലെഫ്റ്റ് സൂപ്പർ മാച്ച് നിങ്ങൾ രണ്ടുപേരും. ഡേറ്റ് ഞാൻ ഇതിൽ എഴുതി കാണിക്കും. അന്ന് ഗോകുൽ നിന്നെ തിരിച്ച് പിൻ ചെയ്യുമെന്നാണ് പറയണത്. വാമയക്കോ എന്നിട്ട് 2 മാസം അടുപ്പിച്ചായി കാണുമെന്ന് തോന്നുന്നു. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മിസ്റ്റർ കൊല്ലവും അടിച്ചുകൊണ്ട് സഞ്ജുകുട്ടൻ വീണ്ടും ആം റെസ്ലിംഗ് ഫീൽഡിലേക്ക്. സഞ്ജുവിന്റെ വെയിറ്റ് എത്രയായിരുന്നു? നിന്റെ എത്രയായിരുന്നടാ? അപ്പൊ ഏതാണ്ട് നിങ്ങൾ ഒരേ കാറ്റഗറിയിൽ വരും. യൂത്ത് എന്താടാ കൈയൊക്കെ തെന്നി പോണ? മിസ്റ്റർ കൊല്ലത്തിന്റെ ഫിസിക് ഒന്ന് കാണട്ടെ. ഫ്ലെക്സ് ചെയ്യടാ. മിസ്റ്റർ കൊല്ലത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് മിസ്റ്റർ കൊടുവമല അങ്ങോട്ട് മാറ്. മിസ്റ്റർ കൊല്ലം. ഇതില് സെറ്റ്. ഓ പൽവാൽ ദേവൻ ഡീമൺ ബാക്ക് ഫ്രണ്ട് കാണിടാ. അതല്ല സെറ്റ്. നമ്മൾ പവർ പിന്നേഴ്സിൽ ഇതാ ഒരു വുമൻ ആം റെസ്ലർ എത്തിയിട്ടുണ്ട്. എടി തിരിഞ്ഞാണ്ടി. തിരി. മുഖം കാണിക്കടി. എത്ര നാളായടാ നീ വളർത്താൻ തുടങ്ങിയിട്ട്? 2 ഇയർ. നല്ല അതാ യൂത്ത് ഗോൾഡ് മെഡലിസ്റ്റ് സാജൻ. എത്ര കേജിടാ? വെയിറ്റ് എത്രയായിരുന്നടാ? മെഡൽ എടുത്തായിരുന്നാ? സെറ്റ്. സേത്തിന് വേണ്ടിട്ട് സെറ്റ് ആക്കണ്ടടാ സാജൻ. ഓ ബ്ലോഗടാ. ഇല്ലല്ല ഇപ്പൊ നോക്കണ്ട. നിങ്ങളെത്തി കൂടെ വർക്ക് ചെയ്താലേ കിട്ടും. കാരണം ജൂനിയറിൽ അത്യാവശ്യം സീനാണ്. ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ സബ് ജൂനിയർ പയ്യെത്തിയിട്ടുണ്ട് നമ്മളാ. ഗൈസ് ഇവരാണ് അപ്പൊ നമ്മളാ ഡിസ്ട്രിക്ട് കോമ്പറ്റീഷനിൽ നമ്മളെ പവർ പിന്നേഴ്സിന്റെ മെഡലിസ്റ്റുകൾ. പയ്യന്മാരെല്ലാം ഫുൾ വൈബ് ഓണാണ്. ഇത് ഷാരോൺ ജൂനിയർ കാറ്റഗറി, ആസിഫ് ജൂനിയർ കാറ്റഗറി. വെയിറ്റും കൂടെ പറഞ്ഞടാ ഷാരോൺ. 75. ഇത് റോഹിത്ത് യൂത്ത് കാറ്റഗറി 58. ഇത് ഗോകുല് ജൂനിയർ. വെയിറ്റ് പറയണം 68. ഇത് സാജൻ യൂത്ത് 60.
ജൂനിയർ ഹബീബ് 55. ഇതാണ് നമ്മളെ സബ് ജൂനിയർ പ്രൈഡ് ശബരി 60 kg. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ പേയ്മെന്റ്. എടാ കോമ്പറ്റീഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? സ്റ്റേറ്റ് അടിക്കൂലേ? പിന്നല്ല അടുത്ത് വേവല് പറയടാ വ്ളോഗല്ല 4 വാക്കിന് പറഞ്ഞ വിളിക്കാം. പിന്നെ നല്ല സെറ്റ്. ഒന്ന് അലറോടാ എല്ലാരോടും ഒരുമിച്ച്, എല്ലാരോടും ഒരുമിച്ച് അലറോ അലറോടാ ഇത്തിരി സെറ്റ്. ഫ്ലോപ്പിന് വേണ്ടി തന്നെ ഫോക്കസ് ചെയ്യണടാ ഷാരൂണെ, ഫ്ലോപ്പിന് വേണ്ടി തന്നെ ഫോക്കസ് ചെയ്യണ നീ. അത് ഫ്ലോപ്പിന് വേണ്ടി പറഞ്ഞുതരാം. അത് നീ ഷോൾഡർ എൻഗേജ് ചെയ്താൽ. പ്രാക്ടീസിനപ്പം അത്യാവശ്യം പയ്യന്മാരായിട്ടുണ്ട്. നിലവിലിപ്പം 2, 4, 6, 8, 10, 12, 14, 16, 17 പേരായി. ബാക്കി കുറച്ചുകൂടെ വരാനുണ്ട്. 18 പേരുണ്ട് കേട്ടോ. ഇപ്പം നിലവിൽ കുറച്ചുപേരൂടെ വരാനുണ്ട് ഇനി. അപ്പൊ അവരിപ്പോ എത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. റെഡി ഗോയാ നോർമലാടാ, അവര് വരുമെന്ന് പറഞ്ഞു. 2:30 എത്തുമെന്ന് പറഞ്ഞു. സബ് ജൂനിയർ റെഫറി കമാൻ ക്യാമറ ഉണ്ടോ അവന് നാണോ? അപ്പടാണ് ചോറാ മുഖം വെച്ച് ആക്ഷൻ കാണിക്കാതെ. അല്ല അവൻ അഡ്വാൻറ്റേജ് കയറിടാ അവന്. പിൻ 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 കമാൻഡറാ ക്ലീൻ ഷേവ് ഷാരൂണെ. അപ്പം സന്ദീപ് ഏട്ടനും ടീമും എത്തിയിട്ടുണ്ട്. സനൂപ്സ് ഓൺ ടൈമിംഗ് ആണല്ലോ. മുടി കെട്ടിയാ നിങ്ങള്? മുടി കെട്ടിയാ? താടി വളർത്തണം. ലുക്കേ മാറി ഇപ്പൊ കംപ്ലീറ്റ്. നിങ്ങൾ വന്ന ടൈമിൽ തന്നെ മറ്റേ ആനന്ദ് എന്ന് പറഞ്ഞ ചേട്ടൻ ഇതാണ് നിങ്ങൾ പറഞ്ഞ ആള്. ആദ്യത്തെ അറിയാൻ വയ്യടാ എത്തോന്നു. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ആളായിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി പുള്ളിങ്ങിലോട്ട് പോവാം. ഗൈസ് ഇവിടെ നമ്മളിവിടെ ജോയിൻ ചെയ്ത പുതിയ ചേട്ടനാണ് ഫ്രം മാച്ചിങ്ങൽ. മാക്സിമം മാത്രം ഹാൻഡ് ഇവിടെയും ഷോൾഡർ പുറത്ത് വയ്ക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നിങ്ങളിപ്പോൾ ആരോടെ പിടിക്കുമ്പോഴായാലും ഇപ്പം തോക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ജയിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഒരു കണക്ഷൻ ഇല്ലേ ഈ ഒരു ഇതിൽ തന്നെ പോകണം. ബോഡി ഇപ്പൊ വെൽഡ് ചെയ്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും നമ്മളെ ഹാൻഡ്? ഇപ്പൊ ഈ ഒരു മൂവ്മെന്റ് വെൽഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പോകില്ല. തോക്കുവാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ പോയില്ല. അപ്പൊ ബിഗിനേഴ്സ് എല്ലാം അങ്ങനെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. കുറച്ച് നാൾ നിങ്ങൾ പിടിച്ചു വരുന്ന സമയത്ത് ഇപ്പം ജസ്റ്റ് ഇങ്ങനെ ബോഡി ആയിപ്പോയാലും ബ്രേക്കിംഗ് പൊസിഷൻ പ്രൊണേഷൻ എന്ന് പറയുന്നതിന്റെ മെയിൻ ലോക്ക് എന്ന് പറയുമ്പോൾ തമ്പ് വെച്ചിട്ട് ഇവിടെ ലോക്ക് ചെയ്യണം. ഇവിടെ ഫുൾ ടൈറ്റ് ആക്കിയിട്ട് ഫുൾ ലോഡ് എന്റെ അറ്റാക്ക് ഫുള്ള് ഫിംഗറിലോട്ടല്ലേ, ഫിംഗർ ഓപ്പൺ ആവുന്നത്. അപ്പൊ ആ ഒരു ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ആക്ഷൻ ഈ ഒരു ആ കറങ്ങുന്നതിന്റെ കൂടെ തന്നെ കറങ്ങുകയും വേണം, ബോഡിയും കൂടെ ഇങ്ങനെ പോകാൻ. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം. ലാസ്റ്റ് എല്ലാവരും മാറി മാറി പിടിക്കുന്ന സമയത്ത് ആ ഒരു ലോക്ക് മറക്കല്ലേ ചേട്ടാ. ഈ ഒരു ലോക്ക് പ്രൊണേഷൻ ചെയ്യുമ്പോൾ ആ ലോക്ക് ഇല്ലെങ്കിൽ പവർ അപ്ലൈ ആവത്തില്ല. നിങ്ങൾ അറ്റാക്ക് ചെയ്തോ? അതെ, എൻഡ് ഫിനിഷ് ആവുന്ന സമയത്ത് ഹാൻഡ് മാത്രമേ പോകണുള്ളൂ. അത് ഇത്തിരി പിടിച്ചു വരുമ്പോൾ റെഡിയാവും. ചേട്ടാ ലോക്ക് ഇവിടെ തമ്പ്. ആ അതെ അത് മറക്കരുത്. ആ ഇപ്പൊ ചെയ്ത പക്കരും അത് കണക്ക് ചെയ്തത്. ഗോല കയറ നീ ഹുക്കിലോട്ട് കയറ്റണ്ട കേട്ടോ. ടോപ്പ് റോളിന് വേണ്ടിട്ട് കൊടുക്കണേ ചേട്ടാ. ഒരു വലത്തെ കാലം ഫ്രണ്ടിലോട്ട് വെച്ചു, അതാകുമ്പോ ഇത്തി കൂടെ. എന്നിട്ട് കിടന്നു കൊടുത്താൽ മതി.
ആ അത് പക്ക ഹാൻഡ് വെളിയിൽ പോകൂലേ, അതാകുമ്പോ തട്ടി നിൽക്കൂല അങ്ങ് പുറത്തോട്ട് പോകാനായിട്ട്. സ്റ്റാപ്പ് വേണോ? നീ മുമ്പ് പിടിച്ചിട്ടുണ്ടോ? ഈ പ്രൊണേഷൻ നിങ്ങൾക്ക് കപ്പിങ് കയറ്റാൻ പറ്റത്തില്ല, ഞാൻ കട്ട് ചെയ്യണം. ഇഞ്ചുറി ഞാൻ ഒന്ന് ഡിഫൻസ് ചെയ്ത് നോക്കാം. ഒന്ന് പിൻ ചെയ്യാനായിട്ട് നോക്കി. നല്ല ലോഡുണ്ട്. ഇന്നൊന്നും എഡിറ്റ് തീർക്കത്തൊന്നുമില്ല, മറ്റന്നാളിടാം. ശബരിയുടെ പ്രൊണേഷൻ ഇപ്പൊ സെറ്റായിടാ, കിടിലായി. പ്രൊണേഷൻ സീനായി ശബരിയുടെ. സനു ബ്രോത്ത് കൂടെ ഇമ്പ്രൂവ് ആയത്. എന്നുവെച്ചാ അന്ന് കണ്ട പ്രൊണേഷൻ രീതിയിൽ നിന്ന് വ്യത്യാസമുണ്ട്. റെസ്റ്റ് എടുക്കണം ആഴ്ചയിൽ 7 ദിവസം. നല്ല വ്യത്യാസം തോന്നുന്നല്ല പിടി കണ്ടിട്ട് സനൂപിന്. ടോപ്പ് റോള് നല്ല കയറി തോന്നല്ലേ. 2 പേർക്ക് പിടി തീരാറായി വ്ളോഗ്. സാജ അന്നത്തെ മാച്ചിന്റെ വീഡിയോ എനിക്ക് എടുത്തയക്കണേ, എന്നാ അത് ഇൻക്ലൂഡ് ചെയ്യാനാണ്. ബ്രോ കൺഗ്രാറ്റുലേഷൻസ്, കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഇപ്പോഴല്ലേ ഇറങ്ങണം. വ്ളോഗ് എടുക്കാണ്. മുടിയോ കെട്ടിയ സൈഡ് താമസമല്ലേ? വാമീതോ കയറി പുള്ളി എല്ലാരും. കിളിമാനൂർ ഗ്രാമപഞ്ചായത്ത് ജേഴ്സി ഇറക്കിയടാ, നോക്കട്ടെ. അത് കൊള്ളാം കേട്ടാ. നീ സാധനം കളിയാടേ, ഷർട്ടൊക്കെ ഇട്ട് ഇറങ്ങിയടാ. വ്യത്യാസം ഉണ്ടല്ലോടാ നിനക്ക്. കണ്ണ് വരച്ചല്ലേ? അല്ലല്ല വ്ളോഗ് എടുക്കണം. വ്ളോഗ് അവനെ എടുത്തോണ്ട് അവനോട് പോണ്ടാ. അങ്ങോട്ടോ വേണം, മുകളിലോട്ടോ വേണം. ആരാ ശബരിയാ? മൈൻഡ് ചെയ്യാതെ തോ കയറി പോണ്ടാ. ഞാൻ ഇങ്ങനെ നിൽക്കുന്നില്ലേ? ആബിദിനടിച്ച് അങ്ങനെ
ബ്രോ പത്തനംതിട്ടയിൽ ഇപ്പോൾ കാറ്റഗറിയിൽ എത്ര പേരുണ്ടായിരുന്നു? ഓ അങ്ങനെ. COC എങ്ങനെ ഉണ്ടായിരുന്നു കടുത്ത? ആ ഹെവി വെയിറ്റ്. അവിടെ എന്താടാ? ഷറബിന്ന് വിളിച്ചു. എങ്ങനെയുണ്ട് ഹാൻഡ് ഡിഫൻസ് എല്ലാം ഉണ്ട്. ആരോടാ പോണു? ഓ സ്വിഗ്ഗിയോടാ. നാളെ ഇല്ല, നാളെ എടുക്കും. അവിടുന്ന് ക്യാൻ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലടാ. താഴെ പോകുന്ന സമയത്ത് ക്യാൻ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലേ? കൈതീർക്കലടാ. തൊപ്പി മാറ്റി. ഓ ഓ ഓ ബാഗില് ഡ്രാഗി ഡ്രാഗി. ഓ കിട്ടി 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 കിട്ടി. ഓ ഹബീബിന്റെ ഒക്കെ ആറ്റിറ്റ്യൂഡ് ആണ്. അത് സെറ്റായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്റർനാഷണലിലും കാറായിരുന്നു. പിടിച്ചു കഴിഞ്ഞാ ഈ കറക്കല്ലേ ശിവന്റെ പുള്ളി കൈ പോയത്, ലെഫ്റ്റ് പോയത്. നമ്മുടെ ഇഞ്ചറി ആകണോ? മരുന്ന് ഞാൻ നിർത്തി 2 പേര്. കറക്ക് നോക്കിക്കുമ്പോഴല്ലേ. ഞാൻ അതാണ് മെയിൻ ആയിട്ട് ഒരു കറക്ക്. കൈ മാത്രം പോണ്, ബോഡി കണക്ഷൻ കൊടുക്കണില്ല. ബോഡി കണക്ഷനോട് കൊടുക്കില്ല. ബെൽഡ് ചെയ്ത് വെച്ച് കണക്കാൻ കട പ്രസ് കയറി. അവൻ പ്രസ് ഉണ്ട് കേട്ടോ. ഇതാണ് സാധനം. മാക്സിമം വലിച്ചു വെച്ചോ. നീ അങ്ങ് താത്തുടിക്കലടാ കേട്ടാ. ഹാൻഡ് കൊടുക്കലേ കൊടുക്കുന്നുണ്ട്. ഫിംഗർ ഫിംഗർ ഹാൻഡിൽ കൊടുക്കല്ലേ. നീ പ്രസ്സാണ് വിഷയം. ഫിംഗർ ഹാൻഡിൽ കൊടുക്കല്ലേ. ഫിംഗർ തന്നെ അപ്പി തന്നെ കൊടുത്തു. നീ ഫുള്ളും കിടന്നാണ്ടാ ബൈ. കൈ മാത്രം പോയത് ഫുള്ളും കിടന്നോ? നീ വെളിയിൽ കിടന്നോ? മുട്ടിയാ കിടന്നോ അങ്ങ്? അത് കിടക്കൂല, അവന്റെ പ്രസ് കയറി. കട ആണ്ട് അവിടെ എത്തുമ്പോ നിന്റെ ഹാൻഡ് മാത്രമാണ് അടിക്കണം. കാല് മടക്കി കിടന്നോ? നീ ആരും ഒന്നും പറയില്ല. നീ കിട ഇങ്ങോട്ട്. അത് പോയി 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 അവന് കയറ്റി. അവന് കയറി. അത് പിടിക്കണ്ട, അത് പിടിക്കണ്ട. എടാ അങ്ങനെ ഉള്ളപ്പം പൊസിഷൻ ചേട്ടൻ പുള്ളി ചെയ്തില്ലേ? പ്രണവിന്റെ ടെക്നിക്ക് പഠിച്ചിട്ട് അവൻ പ്രണവിനെ അടിച്ചടാ.
ഹുക്ക് കയറാ ഹുക്ക് കയറി രണ്ടുപേര്. ആ നിങ്ങളെ പാറ്റിയല്ലായിരുന്നു പട്ടിയൂർക്കാ വരുന്ന അവന്റെ പിങ് തമ്പിലോട്ട് ഫുള്ള് കയറും. അവന്റെ തമ്പിലോട്ട് ഫുള്ള് കയറും. എന്റെ ഇത്രയാണ് വലിയുള്ള മോട്ടറാ അല്ലെ ആദ്യത്തെ തുറന്നിട്ട് ആ പച്ച സ്വിച്ചിലൊന്ന് നെക്കോടാ. പച്ച സ്വിച്ചിലൊന്ന് നെക്കോ തുറന്നിട്ട്. അത് ഫ്രണ്ടില് പച്ച സ്വിച്ചിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഗൈസ്, അപ്പൊ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ദൂരം നിന്ന് വന്നവരൊക്കെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തുനിന്ന് വന്ന 2 പയ്യന്മാരാണത്. റോഹിത്തെ എത്തിയിട്ട് മെസ്സേജ് ഇട്, അങ്ങ് വരെ പോകണ്ടേ? അതെ, ഓക്കെ, സെറ്റാക്കാൻ. ഞാൻ പറഞ്ഞ മറ്റേ സാധനം പ്രാക്ടീസ് ചെയ്യട്ടാ. നീ പോയിട്ടോ? ഓക്കെ ഓക്കെ. ജൂനിയർ ബെസ്റ്റ് ലിഫ്റ്റ്. ഡിഫൻസ് കണ്ട ഡിഫൻസ് ഷോൾഡർ വെച്ച് സ്റ്റാപ്പിട്ട് അങ്ങനെ കിട്ടും. എന്റെ കയ്യിൽ മക്കള് മുകളിലായി പോയി. പമ്പം പൈന കളിയാ വെച്ചേക്കാൻ ചെയ്തില്ല. റെസ്റ്റ് കൂടെ എന്തായാലും നീ ഉള്ളിയണ്ട. അപ്പൊ നിങ്ങളെ സമ്മതിക്കണോടെ സന്ദീപേട്ട. 6-7 ദിവസം ചേർത്ത് ഉള്ളി ചെയ്തിട്ട് ഇങ്ങനെ നിക്കണല്ലേ. ഒരു മണിക്ക് തുടങ്ങിയ പുള്ളിങ് ആണ് ഗൈസ്. ഇപ്പൊ സമയം 6 മണി. എത്ര എളിയ സമയം? 6:02. 5 മണിക്കൂറത്തെ പ്രാക്ടീസ് ആയിരുന്നു അവിടെ ഇന്ന്. കയ്യൊക്കെ കാണാൻ നീ തിളങ്ങിയിരിക്കണല്ലേ അതിൽ. ആ ഡ്രസ്സും കൂടെ ഇട്ടേക്കണുണ്ട് ഗൈസ്. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടെ കഴിയുമ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് സെക്ഷൻ നിർത്താനായിട്ട് പോവുകയാണ്. പിന്നെ നെക്സ്റ്റ് വീക്ക് ഇനി കുറച്ച് പേരുടെ ഉള്ളൂ. 3, 6, 8, 10 ഞാനും കൂടെ കൂട്ടി 11 പേരും കൂടെ ഇനിയുണ്ട്. ഇന്ന് മൊത്തത്തിൽ 30+ ആൾക്കാരുണ്ടായിരുന്നു. കിടിലം പ്രാക്ടീസ് ആയിരുന്നു. ഇടയ്ക്ക് വെച്ച് ഫോണിന്റെ ചാർജ് തീർന്നു, അങ്ങനെ കളിക്കും. പിന്നെ കുറച്ച് പുള്ളിങ്ങൊന്നും ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് ചാർജ് തീർന്നു. ഞാൻ രാവിലെ ചാർജിൽ വയ്ക്കാനായിട്ട് മറന്നുപോയി. അങ്ങനെ കുറേയൊക്കെ മിസ്സായി. അപ്പോൾ ഉള്ളതെല്ലാം കൂടെ ഞാൻ അതിൽ കുത്തി കയറ്റിയൊക്കെ എന്തായാലും. അപ്പോൾ സന്ദീപേട്ടനും സനു ബ്രോ എന്താ പോവേണ്. അപ്പം കാണാം. പിന്നല്ല റെസ്റ്റ് കൊടുക്കണേ. ഓക്കെ ചേട്ടോ, ഓക്കെ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാ മുഹമ്മദും സാജനും ഷാരോണും കൂടെ പോകാനായിട്ട് നിൽക്കുകയാണ്. വണ്ടി വിളക്കാൻ പോകുന്നു. അങ്ങനെ ഗോകുലം പോവുകയാണ്. ശബരിമലയ്ക്ക് എന്താ പോണ? സ്റ്റേറ്റ് കഴിഞ്ഞിട്ടല്ലേ പോകും? അതിന് 8-നല്ലേ സെറ്റ്. ഓക്കെ, ബൈ 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 ബൈ. അടുത്ത ഞായർ കാണാം. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ 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 അല്ലേ? ഓക്കെ ഫോട്ടോ ആണോ? അല്ല, വൈൻഡപ്പ് ചെയ്യാൻ പോകണം. എടുത്തോ. അപ്പൊ ഗായ്സ്, ഇന്നത്തെ പുള്ളിങ് നമ്മൾ ഇന്നത്തോട് നിർത്താൻ പോവുകയാണ്. ഇപ്പൊ ഓൾറെഡി സമയം എത്രയാണ്? 6:15. 1 മണിക്ക് തുടങ്ങിയതാണ്. 6:15. അപ്പൊ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.